പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന 4th ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ ബാക്കി ഭാഗമാണ്. നമുക്കിന്ന് 5ാമത്തെ ക്വസ്റ്റ്യൻ തുടങ്ങാം. ഓക്കെ, അതിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. An isosceles triangle has to be made like this. ഇതുപോലെ ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ നിർമ്മിക്കേണ്ടതുണ്ട്. അതായത് ഐസോസെൽസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡും ഉണ്ടായിരിക്കും ഈക്വൽ ആയിരിക്കും അല്ലേ. ഒരു ഐസോസെൽസ് ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡും എന്താണ് ഈക്വലാണ്. ഒരു സമപാർശ്വ ത്രികോണമാണ്. ഒരു സമപാർശ്വ ത്രികോണത്തിൽ രണ്ട് വശങ്ങൾ തുല്യമായിട്ടുള്ള ത്രികോണത്തിനെ എന്താണ് പറയുന്നത്? സമപാർശ്വ ത്രികോണം. അതാണ് നമുക്കിവിടെ നിർമ്മിക്കേണ്ടത്. ഒരു സമപാർശ്വ ത്രികോണം, രണ്ട് സൈഡ് തുല്യമായിട്ടുള്ള. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നു? The height should be 2 meters less than the base. അതിൻ്റെ ഹൈറ്റ് ബേസിനേക്കാൾ എത്ര കുറവാകണം? 2 മീറ്റർ. അപ്പോൾ നമുക്ക് ബേസ് നമുക്ക് കൊടുക്കാം എക്സ് എന്ന് കൊടുക്കാം. എക്സ് അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എന്തായിരിക്കും? എക്സ് മൈനസ് 2 അല്ലേ. ബേസിനേക്കാൾ എത്ര കുറവായിരിക്കണം? 2 കുറവായിരിക്കണം. അപ്പോൾ ബേസ് എക്സ് ആണെങ്കിൽ ഹൈറ്റ് എന്തായിരിക്കും? എക്സ് മൈനസ് 2. ഇനി പറഞ്ഞിരിക്കുന്നു ആൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഷുഡ് ബി 12 സ്ക്വയർ മീറ്റേഴ്സ്. അതിന്റെ ഏരിയ 12 സ്ക്വയർ മീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഏരിയ അതിന്റെ പരപ്പളവ് 12 ചതുരശ്ര മീറ്റർ. വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്? കണ്ടുപിടിക്കേണ്ടത് ഇതും കാണാം, ഇതും കാണാം, ഇതും കാണാം. ഈ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ നമുക്ക് ഇത് ഈക്വൽ ആയിരിക്കും. ഇവിടെ 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 5, ഇവിടെ 4 ആണെങ്കിൽ 4, 7 ആണെങ്കിൽ 7, 6 ആണെങ്കിൽ 6. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ബേസ് കാണാം, പിന്നെ ഹൈറ്റ് കാണാം, ബാക്കിയുള്ളതുകൂടെ നോക്കാം. ഇവിടെ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ലെറ്റ് ദ ബേസ് ബി എക്സ്. ലെറ്റ് ദ ബേസ് ബി എക്സ്. ഇനി അടുത്ത ഹൈറ്റ്. ദ ഹൈറ്റ് ഈസ് ഈക്വൽ ടു the x minus 2. അപ്പോൾ ബേസ് എക്സ് ആണ്, അതിന്റെ ഹൈറ്റ് എന്താണ്? എക്സ് മൈനസ് 2. ഓക്കെ, ഏരിയ തന്നിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്താണ്? ഹാഫ് ബി എച്ച് അല്ലേ. ബേസ് 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത് അല്ലേ. 1/2 ഹാഫ് ബി എച്ച് ബേസ് അല്ലേ. 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതാണ് ഏത് ഏരിയ. ഏരിയ is equal to 1/2 ഇൻറ്റു ബേസ്. ബേസ് ഇവിടെ എത്ര പറഞ്ഞിരിക്കുന്നു? എക്സ്. എക്സ് ഇൻറ്റു എച്ച് എത്ര? ഹൈറ്റ് എത്ര? എക്സ് മൈനസ് 2 is equal to 12. ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിന് വേണ്ടി എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ 2. ഈ 2 അടിയിലേക്ക് എത്ര എഴുതാം? ഇതിന്റെ അടിയിലേക്ക് 1 കൊടുക്കുക. എളുപ്പത്തിന് വേണ്ടി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇതുകൊണ്ട് നമുക്ക് ഇതിനെയും ഇരിക്കണം അല്ലേ. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഒന്നുകൂടെ എക്സിന്റെ എക്സ് എന്താണ്? എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു -2 -2x ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 12. ഇനിയാണ് ഇതിന്റെ അടിയിൽ 1 കൊടുക്കേണ്ടത്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇതുകൊണ്ട് നമുക്ക് ഇതിനെ ഇട്ട് ചെയ്യാം. അപ്പൊ അതിനെ കിട്ടും അല്ലേ. എക്സ് സ്ക്വയർ മൈനസ് 2x ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 2 എത്ര? 24. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 24 അല്ലെ ഈസ് ഈക്വൽ ടു 24. എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് ഒരു നമ്പർ ഇവിടെ ഉണ്ടായിരുന്നു ഈസ് ഈക്വൽ ടു 24. ഞാൻ അന്ന് പറഞ്ഞതുപോലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, ഈ മിഡിൽ ടേം പറയുമ്പോൾ 2ab ആണ്. 2 ഇൻറ്റു എക്സ് ഇൻറ്റു എത്രയോ ആണ് ഏതാണ് ഈ മിഡിൽ ടേം? 2x. ഈ 2x എത്ര? 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1. അപ്പോൾ ഇവിടെ 1ന്റെ സ്ക്വയർ ആണ് കൊടുക്കേണ്ടത്. ആ 1ന്റെ സ്ക്വയർ ഇവിടെ കൊടുക്കുക. 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. ഇനി അടുത്ത് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 സ്ക്വയർ എന്താണ്? 1 ഈസ് ഈക്വൽ 24 പ്ലസ് 1 എന്താണ്? 25. ഇനി അടുത്ത് a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ ഉറപ്പാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
x square root of x minus ഇതിന്റെ root of 1 the whole square is equal to 25 എന്ന് പറയുന്നതാണ് 5 square. ഇനി x square പോയി x minus 1 is equal to 5. Therefore x is equal to 5 minus 1 അപ്പുറത്തോമ്പോൾ plus 1 is equal to 6. 6 എന്ന് പറയുന്നതാണ് ബേസ് അല്ലേ? The base is equal to x. x ഇവിടെ 36 എന്താണ് മീറ്റർ. ഇതാണ് അതിന്റെ ഹൈറ്റ്. The height is equal to എന്താണ് x minus 2. x ഇവിടെ 36 6 minus 2 is equal to 4 meter. ശ്രദ്ധിക്കാം, ബേസ് 6 മീറ്റർ, the height എന്താണ് 4 മീറ്റർ. ഇനി ഇവിടെ ചെയ്യേണ്ടത് ഇതിൽ ഈ സൈഡുകൾ നമുക്ക് കണ്ടുപിടിക്കണം, ഈ സൈഡും ഈ സൈഡും അല്ലേ? അപ്പോൾ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ഒന്ന് മനസ്സിൽ നോക്കുക, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നു? x എന്ന് പറയുന്നത് d4, ഇതൊരു ട്രയാങ്കിൾ ആണ് അല്ലേ? x എന്താണ് 6 ആണ്. ഈ ട്രയാങ്കിൾ ഇത്രയും ഭാഗം എങ്ങനെ എടുക്കുക അല്ലേ? അതിലെ ഇത് മുതൽ ഇതുവരെ എത്രയാണ് x ഇവിടെ 36, അപ്പോൾ ഇവിടെ അതിന്റെ പകുതി അല്ലേ? ഇതിന്റെ ഹാഫ് ആണ് ഇത് ഈ ട്രയാങ്കിളിന്റെ ബേസ് ഉണ്ട്. ഇനി അതിന്റെ ആൾട്ടിറ്റ്യൂഡ്, അതിന്റെ ഹൈറ്റ് x എത്ര 6 മൈനസ് 2 എത്ര 4. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, ഒരു മട്ടത്രികോണമാണ്. ഒരു മട്ടത്രികോണത്തിന്റെ എന്തൊക്കെയുണ്ട്? പാദമുണ്ട്, ലംബമുണ്ട്. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? കർണം അല്ലേ? നമുക്ക് ഇതിന്റെ പേര് കൊടുക്കാം എ ബി സി. ഓക്കെ, അപ്പോൾ നമുക്ക് എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ബി കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡായിട്ടുള്ള ഹൈപ്പോട്ടനസ് അല്ലേ, അതിന്റെ ഏറ്റവും വലിയ വശമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ചെറിയ വശങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക, അതായത് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് സ്മോൾ സൈഡ്സ് ഏതൊക്കെയാണ്? 3ഉം 4 അല്ലേ? അപ്പോൾ സ്ക്വയർ ഓഫ് ഏതൊക്കെയാണ്? സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് സ്മോൾ സൈഡ്സ് ഏതൊക്കെയാണ്? സ്മോൾ സൈഡ്സ് ഏതൊക്കെയാണ്? BC ആൻഡ് AC. BC ഇവിടെ എത്ര? 3, AC എത്ര? 4. അപ്പോൾ BC സ്ക്വയർ എന്താണ്? 3 സ്ക്വയർ പ്ലസ് AC സ്ക്വയർ എന്താണ്? 4 സ്ക്വയർ is equal to 3 square 9 plus 16 is equal to square root of 25 and root of 5. അപ്പോൾ ഇവിടെ 35, ഇവിടെ 35, ഇവിടെ 35. മനസ്സിലായോ? അപ്പോൾ എല്ലാ സൈഡും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതെത്ര? 6 അല്ലേ? ഇതെത്രയാണ്? 6 ആണ്. അപ്പോൾ ഈ സൈഡ് എത്ര? ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡ് എത്ര? 6 മീറ്റർ. ഇതെന്താണ്? 5 മീറ്റർ. ഇതെന്താണ്? 5. എന്തുകൊണ്ടാണ് രണ്ടും 5 ആവാൻ കാരണം? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, ഒരു സമപാർശ്വ ത്രികോണമാണ്. ഒരു സമപാർശ്വ ത്രികോണത്തിലെ രണ്ട് വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അല്ലേ മറ്റു സൈഡ്സ് അല്ലേ? അപ്പൊ അതിന്റെ സൈഡ്സ് എടുക്കണ 5 and 6 അല്ലേ? The sides of the triangle are ഏതൊക്കെയാണ്? 6 meter, പിന്നെ 5 meter and അല്ലേ 5 meter. ഓക്കെ, ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, a 2.6 meter long road, മറ്റേ റോഡല്ല, ഏതാണ്? റോഡ് ദണ്ട് അല്ലേ? എന്ത് റോഡാണ്? ലോങ് റോഡ് ലീൻസ്. അത് ചിലപ്പോൾ അയൺ റോഡാകാം, എന്തുവാകാം അല്ലേ? അപ്പോൾ ലോങ് റോഡ് ലീൻസ് അഗൈൻസ്റ്റ് എ വാൾ, ഒരു ചുവരാണ്. ഈ ചുവരിൽ ഇത് തറ അല്ലേ? ലോങ് അതിനെന്ത് ചെയ്യുന്നു? ഒരു അയൺ റോഡ് ഇങ്ങനെ ചാലു വെച്ചു. അയൺ റോഡിന്റെ നീളം എത്രയാണ്? 2.6 മീറ്റർ. 2.6 മീറ്റർ ആണ് മീറ്റർ അല്ലേ? 6 മീറ്റർ ആണ് അതിന്റെ ലെങ്ത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു against a wall, its foot 1 meter from the wall. ഇത് ചുവര്, ഇതിന്റെ ചുവട് അല്ലേ? ഈ ആംഗിളിന്റെ ചുവടിനാണ്. ഇതിന്റെ ചുവട് ഈ ഭിത്തിയിൽ നിന്നും എത്ര മീറ്റർ അകലെയാണ്? 1 മീറ്റർ.
എന്നിട്ട് പറഞ്ഞിരിക്കുന്നു when the food is moved a little, അപ്പോൾ ഇതിനെ സ്ലിപ്പ് ചെയ്തു അല്ലേ, അപ്പോൾ അങ്ങോട്ട് അതിന് പോയി. അപ്പോൾ അത് സംഭവിക്കും, ഇതിവിടെ ഇരിക്കുമോ, ഇതിനോട്ട് താഴോട്ട് വരും അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നു, when the food is moved a little, ഒരല്പം എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് മൂവ് ചെയ്തു. ഇവിടെ നിന്ന് from the wall അല്ലേ, away from the wall, its upper ends slides the same length down അല്ലേ. അപ്പോൾ ഇവിടുത്തെ എൻഡ് ഉൾഭാഗത്തെ എൻഡ് എന്ത് ചെയ്യുന്നു, ചെറുതായിട്ട് എന്ത് ചെയ്യുന്നു, താഴേക്ക് അല്ലേ. അപ്പോൾ ഈ രണ്ടും എന്തായിരിക്കും സംഭവം നോക്കുക. ഡൗൺ ഹൗ മച്ച് ഓഫ് ഫാദർ ഈസ് ദ ഫുഡ് മൂഡ്. അപ്പോൾ സെയിം ഡിസ്റ്റൻസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ മൂവിന്റെ എക്സ് നമുക്ക് ആ ഡിസ്റ്റൻസ് നമുക്ക് പേര് കൊടുക്കാം, എക്സ് എന്ന് പേര് കൊടുക്കാം. ഇവിടെയും നമുക്ക് പേര് കൊടുക്കാം, എക്സ് എന്ന് പേര് കൊടുക്കാം. മനസ്സിലായല്ലോ. ഇവിടെ നോക്കുക, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്കിതിനെ ആദ്യമായിട്ട് ഒരു ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് തന്നെ കൺസിഡർ ചെയ്യാം. എങ്ങനെയാണ്, ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിന്റെ ഹൈപ്പോട്ടൻസ് എന്തായിരുന്നു 2.6, അതിന്റെ ബേസ് എന്തായിരുന്നു 1. നമുക്ക് എ എന്നും ബി എന്നും സി എന്നും പേര് കൊടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, എ ബി കണ്ടുപിടിക്കുക. എ ബി എന്ന് പറയുന്നതാണ് വൺ ഓഫ് ദ സ്മാളർ സൈഡ്സ് അല്ലേ. രണ്ട് വശങ്ങളുണ്ട്, അതിൽ ഒന്നാണ് ഏത്, എ ബി എന്ന് പറയുന്നത്. അപ്പൊ മറ്റേ വശം ഏതാണ്, ബി സി. ഏറ്റവും വലിയ വശം ഏതാണ്, എ സി. എ സി ആണ് ഏതാണ്ട് ഹൈപ്പോട്ടൻസ്. കാരണം ബേസ് എന്താണ്, അതിന്റെ ലംബം. അപ്പോ ലംബമുണ്ട്, പാദമുണ്ട്, കർണമുണ്ട്. എന്താ പഠിക്കേണ്ടത്, ചെറിയ വശം കാണാൻ പറയുമ്പോൾ എന്താ ചെയ്യുന്നത്, ഇതിന്റെ സ്ക്വയർ ചെയ്യുന്നത്, ഇതിന്റെ സ്ക്വയർ മൈനസ് ചെയ്യും. 2.6 സ്ക്വയർ മൈനസ് എന്താണ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2.6. 26 into 26 ആണ്. അപ്പോൾ എത്ര ആൻസർ, 676. 2.6 into 2.6 ആണ്. ഇവിടെ പോയിന്റ് ശേഷം 1, ഇവിടെ പോയിന്റ് ശേഷം ടോട്ടൽ എത്ര, 2. അപ്പോൾ 6.76 മൈനസ് 1 സ്ക്വയർ എത്ര, 1 ഈസ് ഈക്വൽ ടു 6.6 ന് ഏതാ മൈനസ് ഉണ്ട്, 1. എങ്ങനെ മൈനസ് ചെയ്യും, അത് പലർക്കും സംശയമുള്ളതാണ്. ഇവിടെയോ പോകുന്ന മൈനസ് ചെയ്തത് 1 എന്ന് പറയുന്നത് എവിടെയാണ്, ഇവിടെ പോയിടുക കണ്ടല്ലോ, 1.00. അതിനെ ഡെസിമൽ ആക്കുക. എന്താണ് 1.2 പോയിന്റ് ശേഷം ഇതിന് 2 ഡെസിമൽ പ്ലേസ് ഉള്ളതുകൊണ്ട് 2 0 കൊടുക്കുക. അപ്പോൾ എന്താണ് 1.00. 6 7 എന്താ 5. അപ്പോൾ ഇവിടെ ആൻസർ 5.6. നമുക്കതിനെ 576 ആയിട്ട് എടുക്കാം. 576ന്റെ റൂട്ട് എത്ര, 576. കുറച്ചെങ്കിലും കാണാതെ പഠിച്ചു വയ്ക്കണം കേട്ടോ. അപ്പോൾ 576 റൂട്ട് എത്ര, 24. അപ്പോൾ 5.76 ആണെങ്കിൽ ഇവിടെ പോയിന്റ് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്, എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്, 2 ഉണ്ടെങ്കിൽ അതിന്റെ നേരി പകുതി എത്ര ഉണ്ട്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് ഒരു പോയിന്റ് മാറ്റണം. അപ്പോൾ ഇവിടെ ആൻസർ 2.4 മീറ്റർ. മനസ്സിലായോ. അപ്പോൾ ഇവിടെ 2.4 മീറ്റർ കിട്ടി. അപ്പോ ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ ആണ് എത്ര, നമ്മുടെ കണ്ടല്ലോ, ഇത് മുതൽ നേരത്തെ ഉണ്ടായിരുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെത്ര 2, 2.6, ഇതെത്ര 1 ആയിരുന്നു. ഇത് മുതൽ ഇതുവരെ എത്ര 2.4. അപ്പൊ 2.4. അപ്പൊ ഏത് വരെ ഇതുവരെ, ഇത് മുതൽ ഇതുവരെയാണ് 2.4 ഉണ്ടായിരുന്നത്, അല്ലാതെ ഇതല്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ എത്രയായി, ഇനി അടുത്ത ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ് അടുത്ത ട്രയാങ്കിൾ. ഇത് ബാക്കിയാണ്. അതായത് ഇത് മുതൽ ഇത്രയും അല്ലേ, ഇത് മുതൽ ഇതുവരെയുണ്ട് 1 + x. ഇത് എത്ര തന്നെയാണ്, ഐറോഡിന്റെ ലെങ്തിന് മാറ്റം വരുമോ, ഇല്ല. അതൊന്നും തന്നെയാണ് 2.6 മീറ്റർ. ഇനി ഇത് മുതൽ ഇതിലെത്രയാണ്, ടോട്ടൽ 2.4 ആണ്. അതിൽ നിന്നും എത്ര പോകും, താഴോട്ട് പോകുന്നതാണ് x അങ്ങ് പോകും അല്ലേ. അപ്പോൾ അവിടെ എത്ര വരും, 2.4 മൈനസ് x. കണ്ടല്ലോ, ഇതും എന്താണ്, റൈറ്റ് ഹാൻഡിന്റെ ട്രയാങ്കിൾ. ശ്രദ്ധിക്കേണ്ടത് ബേസ് ഉണ്ട്, വോൾട്ടിറ്റ്യൂഡ് ഉണ്ട്, ഹൈപ്പോട്ടൻസ് ഉണ്ട്. നമ്മൾ ഈ ട്രയാങ്കിളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എ, ഇത് ബി, ഇത് സി അല്ലേ, എ ബി സി. നമ്മുടെ ഈ എന്താ പറയുക, ഈ ചാനൽ തുറക്കുമ്പോൾ തന്നെ അതിനൊരു ഇൻട്രോഡ് കാണിച്ചിട്ടുണ്ട്. a² + b² = c².
എല്ലായിടത്തും വരുന്ന ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ പൈ റൂട്ട് 0. ശ്രദ്ധിക്കുക, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. കണ്ടല്ലോ, ബേസ് അല്ലേ, ബേസ് സ്ക്വയർ പ്ലസ് എന്താണ് സം ഓഫ് ബേസ് അല്ലേ, ബേസ് അല്ലേ, ഏതൊക്കെയാണ് ബേസ് സം ഓഫ് ദ സ്ക്വയർസ് ഓഫ് ബേസ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ് വിൽ ബി ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദ തേർഡ് സൈഡ്. ഏതാണ് തേർഡ് സൈഡ്? സി അല്ലേ, സിയുടെ സ്ക്വയർ അതായിരിക്കും ഈക്വലേറ്റ്. അതാണ് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. നമ്മളെല്ലാം കണ്ടുപിടിച്ച് അങ്ങനെ ഇവിടെ നോക്കുക. ഇതൊക്കെ ഇനി ശ്രദ്ധിക്കണം. 3 4 അപ്പോൾ ഇവിടെ എന്തായിരിക്കും 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്താണ് 16 അല്ലേ. അപ്പോൾ രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ കിട്ടും റൂട്ട് എന്താ പറയുന്നത് 3 സ്ക്വയർ അല്ലേ. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ അപ്പോൾ കിട്ടും 9 പ്ലസ് 16 ഈസ് ഈക്വൽ ടു റൂട്ട് 25 അല്ലേ. അതിന്റെ റൂട്ട് എത്ര 5. അപ്പോൾ ഇവിടെ എന്തായിരിക്കും തേർഡ് സൈഡ് ആയിരിക്കും 5 ആയിരിക്കും. അതൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെയിം സംഭവം ഇവിടെ എഴുതുക. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ് സി സ്ക്വയർ. 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി എന്താ 2.4 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. സി എന്താണ് 2.6 സ്ക്വയർ. ഇത് ശ്രദ്ധിക്കേണ്ടത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇത് ഓർക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കുക. എ സ്ക്വയർ പ്ലസ് ഈ 2 എടുത്തോളൂ 2ab എന്ന് ഓർക്കുക. മനസ്സിലായി? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ എന്താണ് 1 സ്ക്വയർ എത്ര 1 തന്നെയാണ്. പ്ലസ് 2 into 1 into x എന്താണ് 2x പ്ലസ് ബി സ്ക്വയർ ബി എത്ര x സ്ക്വയർ. അടുത്ത സൈഡ് പ്ലസ് 2.4 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇത് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ആദ്യം നമ്മുടെ a സ്ക്വയർ a മൈനസ് b ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ. എന്താ പറയുന്നത് ഇവിടെ a minus b the whole square is equal to a square. a ഇവിടെ 2.4 24 24 അല്ലേ 5 76 ആണല്ലോ. പോയതിനു ശേഷം 2.4 into 2.4 ആണ്. അപ്പോൾ അവിടെ വരുമ്പോൾ എത്ര വരും 2 ഡിജിറ്റ് മാറ്റുക 5.6 5.76 minus 2ab 2 into 2.4 into x 2 into 2.4 അതാ 4.8 4.8 to x എന്നാണ് 4.8x പ്ലസ് അല്ലേ. അടുത്ത സൈഡ് ഏതാ പ്ലസ് ആണ്. ആദ്യത്തെ ഇതാ മൈനസ്, രണ്ടാമത്തെ പ്ലസ്. അത് എന്തുകൊണ്ടാണ് 2 into 2.4 into minus x അതാണ് ഇവിടെ മൈനസ് ഉണ്ട്. അടുത്തതാണ് തേർഡ് ടേം പറയുമ്പോൾ മൈനസ് x into minus x ആണ് പ്ലസ് x സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതാണ്. അപ്പോൾ അടുത്തത് ഇതാണ് 2.6 സ്ക്വയർ 2.6 സ്ക്വയർ എന്താണ് 26 into 26 എത്ര 7.76 6.76. അടുത്ത ശ്രദ്ധിച്ചു പോകണം അല്ലെങ്കിൽ തെറ്റ്. നമുക്കിവിടെ x കിട്ടിക്കഴിഞ്ഞാൽ മതി. ആ x അത്രയും അല്ലേ ആ ഡിസ്റ്റൻസ് എത്രയാണ് നമ്മുടെ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. x ആണ് കാണാൻ പോകുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ടത് ആദ്യം അല്ലേ ഒരു കോംപ്ലക്സ് ഇക്വേഷനിലെ അതിന്റെ ഫസ്റ്റ് ടേം അതിന്റെ തുടങ്ങാനെങ്കിൽ എത്രയാണ് 2 സ്ക്വയർ അല്ലേ x സ്ക്വയർ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നോക്കി ഇതിനകത്ത് എത്ര സ്ക്വയർ ഉണ്ട്. ഇവിടെ ഒരു x സ്ക്വയർ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഈക്വൽസ് ഒക്കെ എവിടെയെല്ലാം ഒരു വേലിക്കകത്ത് കിടന്ന ആൾക്കാരാണ്. അവരെല്ലാം അപ്പുറത്തെ വേലികളുണ്ട്. ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ട് ഒരു വേലിക്കകത്ത് 1 2 3 4 5 6. അപ്പുറത്തെ ആരേ ഉള്ളൂ അപ്പുറത്തെ ആ വേലിക്ക് അപ്പുറം ആരേ ഉള്ളൂ ഒരാളെ അവിടെ കിടന്നത്. നമുക്ക് ചെയ്യേണ്ടത് ഈ ഇപ്പുറത്തോട്ട് കിടക്കുന്ന ഈ സെക്ഷനോട്ട് കിടക്കുന്ന ആരൊക്കെയുണ്ട് ഒരേപോലെ ഇരിക്കുന്നുണ്ട്. ആരൊക്കെയാണ് എവിടെ ഒരുമാണ് അല്ലേ. ഇതിന്റെ സൈഡ് ഏതാണ് പ്ലസ്, എവിടെ സൈഡ് ഏതാണ് പ്ലസ് പ്ലസ് 1x സ്ക്വയർ. ഇവിടെ ഏതാണ് പ്ലസ് 1x സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം പ്ലസ് 2x സ്ക്വയർ. ഇവിടെ പ്ലസ് കൊടുക്കേണ്ട കാര്യം ഇല്ല. സ്ക്വയർ കഴിഞ്ഞാൽ അടുത്തേതാണ് അതിന്റെ എക്സ് ഉള്ളത് അല്ലേ. എക്സ് ഡിഗ്രി 1 ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി ഉള്ളത് ഇതാണ് സെക്കൻഡ് ഡിഗ്രി ആണ്. ഇനി ഫസ്റ്റ് ഡിഗ്രി എക്സ് ഉള്ളത് നമുക്കിപ്പോൾ 5x എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഗ്രി ആണ്
അല്ലേ 7x ഇതാണ് ഫസ്റ്റ് ഡിഗ്രി ആണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഡിഗ്രി ആണ്. അതുകൊണ്ടാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ 1x സ്ക്വയർ 2x സ്ക്വയർ. ഇനി അടുത്ത് അതാണ് ഫസ്റ്റ് ഡിഗ്രിയിലുള്ളത്. ഏതുണ്ട് x ആരുടെ ധാരമുണ്ട് കണ്ടല്ലോ രണ്ട് പേര്. ഇവൻ 4.8x ആണ്, അത് മൈനസ് ആണ്. അവനാണെങ്കിൽ പ്ലസ് 2x. ഒന്ന് ഒരു ഡെസിമൽ ഒന്നെന്താണ് ഒരു ഹോളാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് 4. അപ്പോൾ ഡിഫറൻറ്റ് സൈനുകൾ വരുമ്പോൾ ഡിഫറൻസ് കാണുക. 4.8 2 മൈനസ് ചെയ്യണം. 4.8 മൈനസ് 2 കണ്ടോ 0 8.2. അപ്പോൾ എത്ര കിട്ടും 0.8. ഗ്രേറ്റ് സൈൻ ഏതാണ് മൈനസ് 2.8 x ഇടാൻ മറന്നു പോകരുത്. ഇനി അടുത്ത് ഒരു 5.7x എവിടെ കിടക്കുന്നത്? ഓക്കെ 5.7x എന്താണ് ഒരു 5.7x ഉണ്ട്. ഇതാടപ്പോൾ ഒരു 1 ഒളിച്ചു നിൽക്കുകയാണ്. ഇവരെ വിട്ടുപോയ എല്ലാം പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവനെ ഇവിടെ ആഡ് ചെയ്യണം. ഇവിടെ ആഡ് ചെയ്യും. നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ്. നമ്മൾ അങ്ങോട്ട് നോക്കും കണ്ടോ. ഇവിടെ കിടക്കുന്ന ഈ 1 നമ്മൾ എന്ത് ചെയ്യും? വിട്ടുപോയി. അപ്പോൾ 5.7x-നോട് 1 ആഡ് ചെയ്യാം. 5.7x-നോട് എത്ര ആഡ് ചെയ്യാം? 1. അപ്പോൾ അതിനോട് 6.76. സൈൻ പറയും ഇത് പ്ലസ് ഇത് പ്ലസ്. അപ്പോൾ എന്താണ് പ്ലസ് 6.76 ഈസ് ഈക്വൽ ടു താഴെ നൽകുക 6.76. നമുക്ക് ഈ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക. ഇവരെ നമ്മൾ അപ്പുറത്തോട് എടുത്താണ്. അതായത് 2x സ്ക്വയർ മൈനസ് 2.8x ഈസ് ഈക്വൽ ടു 6.76 പ്ലസ് 6.76 നമ്മൾ അപ്പുറത്തോട്ട് മാറ്റും. അപ്പോൾ അതാ മൈനസ് 6.76. 2x സ്ക്വയർ മൈനസ് 2.8x ഈസ് ഈക്വൽ ടു അപ്പോൾ ഇവിടെ കിട്ടും 0. അപ്പോൾ അവിടെ എന്താ കിട്ടുക 0. ഫിഗർ മറക്കരുത്, തെറ്റരുത്. x ഇനി അടുത്ത ഞാൻ ഒന്നുകൂടി എഴുതാറേ 2x സ്ക്വയർ മൈനസ് 2.8x ഈസ് ഈക്വൽ ടു 0. ഇവർ രണ്ടുപേരും നമുക്ക് കോമൺ ഫാക്ടർ എടുക്കാം. കോമൺ ഫാക്ടർ എടുക്കുമ്പോൾ എന്തായിരിക്കും എടുക്കുക? 2 എത്രയോട് വെട്ടിപ്പോകും? 2 കൊണ്ട് വെട്ടിപ്പോകും. 2 കൊണ്ട് വെട്ടിപ്പോകാത്ത അർത്ഥമാണ് അതിന്റെ പകുതി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2x സ്ക്വയർ അതിന്റെ ഹാഫ് എത്ര? ഒരു x സ്ക്വയർ അല്ലേ മൈനസ് 2.8x-ന്റെ ഹാഫ് എന്താണ്? 1.4x ഈസ് ഈക്വൽ ടു 0. ഇത്രയും കാര്യം മനസ്സിലായോ? ഇനി അടുത്ത് ഇനി ചെയ്യേണ്ടത് കോമൺ ഫാക്ടർ എടുക്കും. ഇതില് ഈ x സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? x ഇൻറ്റു x ആണ്. അപ്പുറത്ത് കിടക്കുന്ന 1.4x എന്ന് പറയുന്നത് എന്താണ്? 1.4 ഇൻറ്റു x എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതേ രീതിയിൽ ഓരോ x വെളിയിലെടുക്കാം. അപ്പോൾ വെളിയിലെടുക്കുമ്പോൾ ഇനി എന്തൊക്കെയുള്ളൂ? x മൈനസ് എത്ര? 1.4 ഈസ് ഈക്വൽ ടു 0. ഇനി അടുത്ത ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. ആദ്യം x ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. ഈ സ്റ്റെപ്സ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിനെ പഠിപ്പിക്കുന്നത്. ഇതേപോലെ പോയാൽ നിങ്ങൾക്ക് തെറ്റില്ല എന്നുള്ള വിശ്വാസം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ആദ്യം x is equal to 0 ഓർ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. രണ്ട് ഫാക്ടേഴ്സ് ആണ് നമ്മൾ ചിന്തിക്കുന്നത്. x into x minus 1.4. അപ്പോൾ ആദ്യം x is equal to 0 അല്ലെങ്കിൽ എന്താണ് ഓർ x minus 1.4 is equal to 0. അടുത്ത സ്റ്റെപ്പ് വീണ്ടും വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. x is equal to 0 or x is equal to minus 1.4 അപ്പുറത്ത് എന്താവും പ്ലസ് 1.4. അപ്പോൾ ഒന്ന് കിട്ടിയത് എന്താണ്? 0 മീറ്റർ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഏതായിരിക്കും നമുക്ക് അക്സെപ്റ്റബിൾ വാല്യൂ എന്ന് പറയുന്നത് 1.4. അപ്പോൾ x ന്റെ വാല്യൂ നമുക്ക് കിട്ടി 1.4. അപ്പോൾ സ്ലിപ്പ് ചെയ്തപ്പോൾ എത്ര മീറ്റർ അങ്ങോട്ട് മൂവ് ചെയ്തത്? എത്രയാണ്? 1.4 മീറ്റർ. അത് മൂവ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും എന്തായിരിക്കും 1.4 മീറ്റർ വെളിയിൽ കൊണ്ട് അല്ലേ അങ്ങോട്ട് നീങ്ങുന്നത് എത്രയാണ്? 1.4. അപ്പോൾ x ന്റെ വാല്യൂ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്താ എഴുതേണ്ടത്? the distance moved എന്താണ് എഴുതേണ്ടത്? the distance moved അല്ലേ
ഡിസ്റ്റൻസ് മൂവ്ഡ് ഈസ് ഈക്വൽ ടു എത്രയാണ് പറഞ്ഞിരിക്കുന്നു 1.4 മീറ്റർ. ഓക്കെ, ഇത്രയുള്ള കാര്യം ഈ ഫിഗർ വരച്ചുകൊണ്ട് ചെയ്യാൻ. ചുമയൊക്കെ ഇരിക്കുമ്പോഴേ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ കളിക്കാൻ പോകണം എന്നൊക്കെയുള്ള ചിന്ത തോന്നുമ്പോഴേ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് 2-3 പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാകും. ഇത് വീഡിയോ ആയതുകൊണ്ട് പല പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോഴത്തേക്ക് ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിപ്പിക്കുക. അതിൻ്റെ തൊട്ട് മേളിൽ പഠിപ്പിച്ച ക്വസ്റ്റ്യനും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതിൻ്റെ സയൻസ് കണ്ടുപിടിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ പേജുകൾ മറിക്കുന്നു. അടുത്ത പേജ്. ശരി, അതിന് മുമ്പായിട്ട് അടുത്ത നമ്മൾ വേറൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ശ്രദ്ധിക്കേണ്ടത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന സംഭവമാണ്. ശ്രദ്ധിക്കുക. അതിനൊരു എക്സാം ഞാനിപ്പോൾ നേരത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് അല്ലേ, എന്താ പറയുക, 6x പ്ലസ് 9 ഈസ് ഈക്വൽ ടു 25. ഇതിന്റെ റൂട്ട് എടുത്തു. എന്താണ് ഇതിന്റെ റൂട്ട്? x പ്ലസ് ഇതിന്റെ റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? 5 സ്ക്വയർ അല്ലേ. സ്ക്വയർ പോയി. x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 5. therefore x ഈസ് ഈക്വൽ ടു 5 പ്ലസ് 3 അപ്പോൾ -3 ഈസ് ഈക്വൽ ടു എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതൊക്കെ അവിടെ നിന്നോട്ടെ, മറക്കരുത്. ഇനി അടുത്ത് പഠിക്കുന്നത് ഈ സംഭവം നോക്കുക. ഇപ്പോൾ ഞാൻ ഇട്ട ക്വസ്റ്റ്യൻ എന്താണ്? x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ഈസ് ഈക്വൽ ടു 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി അല്ലേ. ഇത് കോൺട്രിബ്യൂഷൻ ചെയ്യാനുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൽ എത്ര ടേംസ് ഉണ്ടായിരിക്കും? 3. 1 2 3. ആ 3 ടേംസിനെ നമുക്ക് എന്ത് പറയാം? എ ബി ആൻഡ് സി. കേട്ടല്ലോ, മനസ്സിലായോ? നമ്മൾ ഇനി ആരെയാണ് പഠിക്കാൻ പോകുന്നത്? ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഇക്വേഷനാണ്, സമചിഹ്നം ഉണ്ടാവും. കേട്ടല്ലോ, കേട്ടോ. ഇതെങ്ങനെ ചെയ്യാം? 0 കൊടുക്കുക. x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ഈസ് ഈക്വൽ ടു ഇങ്ങനെ ക്വസ്റ്റ്യൻ x സ്ക്വയർ പ്ലസ് 6x ഈസ് ഈക്വൽ ടു -9. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? x സ്ക്വയർ പ്ലസ് 6x -9 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 9 ഈസ് ഈക്വൽ ടു 0. എന്നിട്ട് എഴുതുക a യുടെ വാല്യൂ 1x സ്ക്വയർ 1, b യുടെ വാല്യൂ പ്ലസ് 6 c യുടെ വാല്യൂ 9. കേട്ടല്ലോ, ഇങ്ങനെ അതിന്റെ പ്ലേസ് വാല്യൂസ് നമ്മൾ സോൾവ് ചെയ്യും. ഇനി അടുത്ത ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പലതരത്തിൽ വരാൻ സാധ്യതയുണ്ട്. 6x പിന്നെന്താ 6x അല്ലേ പ്ലസ് 9 അപ്പുറത്തോട്ട് x സ്ക്വയർ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ പോകുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? നമ്മൾ തിരിച്ചു -6 അല്ലേ പ്ലസ് ഇങ്ങനെ പോയിക്കോളും. അപ്പോൾ നമ്മൾ തിരിച്ചു x സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് അല്ലേ 6x പ്ലസ് 9. ഇത് മൈനസ് ആയിരുന്നു. ശ്രദ്ധിക്കുക, ഞാനൊരു എക്സാമ്പിൾ പഠിപ്പിച്ചതാണ് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ x സ്ക്വയർ ഇനി അടുത്ത എന്താ ചെയ്യുക? ഇത് ക്വസ്റ്റ്യൻ നമ്മൾ അതിനെ തിരിച്ചു x സ്ക്വയർ എഴുതി. -6x ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 6x -9 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 9 ഈസ് ഈക്വൽ ടു 0. a b c 3 ടേംസ് ആയിട്ടില്ല കണ്ടല്ലോ. ആദ്യം അതിന്റെ ഡിഗ്രി 2 ഇവിടെ ഡിഗ്രി 1 കണ്ടല്ലോ. പിന്നെ ഈ ടേം വിതൗട്ട് വേരിയബിൾ അതായിരിക്കും അതിന്റെ ലാസ്റ്റ് ടേം, തേർഡ് ടേം എന്ന് പറയുന്നത്. ചരമില്ലാത്തതായിരിക്കും മൂന്നാമത്തെ. എപ്പോഴും ശ്രദ്ധിക്കുക, സി എന്ന് പറയുന്നത്. സിക്ക് എന്ത് കാണില്ല? അതിനെ വേരിയബിൾ കാണില്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ശ്രദ്ധിക്കുക. The product of a number and a 2 more than that is 168. What are the number? The product of a number. നിങ്ങൾക്ക് തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഇംഗ്ലീഷ് വായിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക. ഇതാണ് ദ പ്രൊഡക്റ്റ് ഓഫ്. കാരണം പഠിപ്പിക്കുന്ന നേരത്തെ പഠിപ്പിച്ചപ്പോൾ ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾ കൺഫ്യൂഷൻ വരും ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ. ദ പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 2 more than that. രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ് അല്ലേ. അതിന്റെ ഗുണനമാണ്. ഏതിൻ്റെയൊക്കെയാണ്? ഒരു നമ്പറിന്റെയും ആ നമ്പറിനേക്കാൾ 2 കൂടുതലുള്ള മറ്റൊരു നമ്പറിന്റെയും. അപ്പോൾ ആദ്യത്തെ നമ്പർ നമുക്ക് എന്ത് എടുക്കാം? ലെറ്റ് അല്ലെ സ്മാൾ ഉണ്ടാവും. ലെറ്റ്
the smaller number b than x, then the large number is equal to എന്താണ് x plus 2. ശരിയല്ലേ? ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് ഇപ്പോൾ ഏതൊക്കെ പ്രോഡക്റ്റ് ആണ്? ഒരു നമ്പറിനെയും ആ നമ്പറിനേക്കാൾ എത്ര കൂടുതലുള്ള 2 കൂടുതലുള്ള അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് എക്സിന്റെയും എക്സ് പ്ലസ് 2. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? എക്സ് ആൻഡ് എക്സ് പ്ലസ് 2. അതിന്റെ പ്രോഡക്റ്റ് എന്താ? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു അതിന്റെ രണ്ടിന്റെയും കൂടെ പ്രോഡക്റ്റ് അല്ലേ? അപ്പോൾ എത്ര കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നു? 168. നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ ചെയ്തത് ഇങ്ങനെ എന്ത് ചെയ്തു? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു പ്ലസ് 2 അപ്പം തന്നെ ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു 2 എന്താണ് 2x ഈസ് ഈക്വൽ ടു എന്താണ് 168. ഇതിനകത്ത് നമ്മൾ ഈ 2x എങ്ങനെ കിട്ടി? 2 ഇൻറ്റു എക്സ് ഇൻറ്റു ഏതോ ഒരു നമ്പറാണ് ഇത് അല്ലേ? സോറി 2 ഇൻറ്റു എക്സ് ഇൻറ്റു ഡാഷ് ഈസ് ഈക്വൽ ടു എത്ര? 2x. 2 ഇൻറ്റു എക്സ് 2x 2x ന്റെ 1 ആണ് ഇത് 2x. അപ്പോൾ 1 ന്റെ സ്ക്വയർ ആയിരിക്കും ഇവിടെ പറയേണ്ടത്. 1 സ്ക്വയർ എത്ര? 1. അത് തന്നെ നമ്മൾ ഇവിടെ ആഡ് ചെയ്യും അല്ലേ? അപ്പോൾ ഇതിന്റെ റൂട്ട് എത്ര? x പ്ലസ് 1 അല്ലേ? 1 ന്റെ റൂട്ട് എത്ര? 1. The whole square is equal to 169. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? x plus 1 the whole square is equal to 13 square. Square പോയി x plus 1 is equal to 13. Therefore x is equal to 13 plus 1 ആകുമ്പോൾ minus 1 is equal to 12. അപ്പോൾ x ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടണം? 12 കിട്ടണം. ഇത് ഞാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ച് പഠിപ്പിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ x is equal to minus b. എന്താണ്? x is equal to minus b plus or minus square root of b square minus 4ac divided by 2a. കണ്ടല്ലോ? ഇതുവരെ കൊടുക്കാം 2a. ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. a എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ടേം, b എന്താണ് സെക്കൻഡ് ടേം, c എന്താണ് ഫോർത്ത് ടേം. മിക്കവാറും സ്കൂളുകളിൽ ഇങ്ങനെ ഇട്ട് തന്നെ പഠിക്കും. പക്ഷേ ഞാൻ നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഒരു സ്റ്റെപ്പ് കൂടി പഠിപ്പിക്കാൻ പോവുകയാണ്. ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു എത്ര? 160 അല്ല എത്ര? 168. ഇനി അതാണ് ചെയ്യേണ്ടത്. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു 2 അല്ലേ? പ്ലസ് 2x. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ തയ്യാറാക്കുക. അല്ല സോറി, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 1 plus 168 ഇപ്പോൾ വരുമ്പോൾ minus 168 is equal to 0. കണ്ടല്ലോ? നമ്മുടെ ഇതിന്റെ വാല്യൂസ് നമ്മൾ തീർച്ചോ അല്ലേ? പ്ലേസ് വാല്യൂ ഇവിടെ ഏതാണ്? x ന്റെ പ്ലേസ് വാല്യൂ a plus 1 സ്ക്വയർ 1 b എന്താണ് 2 c എന്താണ് മൈനസ് 168. ഇനി താഴെ കണ്ടുപിടിക്കേണ്ടത് b സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന ഈ ഒരു സാധനം എടുത്ത് കണ്ടുപിടിക്കുക. b സ്ക്വയർ b എന്ന 2 സ്ക്വയർ അടുത്തതാകുന്നത് മൈനസ് ഇതൊരു ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും തെറ്റില്ല കേട്ടോ, എപ്പോഴും ശ്രദ്ധിക്കുക. ഈ 4ac കണ്ടുപിടിക്കപ്പെടുത്തേക്ക് ഇതിനെ ഡിസ്ക്രിമിനന്റ് എന്നാണ് പറയുന്നത്. b സ്ക്വയർ മൈനസ് 4ac അതിന്റെ വിവേചനം കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ഇതിനെ ബ്രാക്കറ്റിനകത്ത് ചെയ്യുക. 4 ഇൻറ്റു a എത്ര? 1 ഇൻറ്റു c യുടെ എത്ര പറഞ്ഞിരിക്കുന്നു? മൈനസ് 168. ഉണ്ടല്ലോ ബ്രാക്കറ്റ്. അപ്പോൾ തെറ്റില്ല, ഈ സൈഡിലൊക്കെ വരുന്നുണ്ട്. 2 സ്ക്വയർ എന്താണ്? 4 മൈനസ് 4 ഇൻറ്റു 1 ഉണ്ടല്ലോ 4. ഇവിടെ മൈനസ് എഴുതുന്നുണ്ടോ? ഇവിടെ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ തെറ്റും മറക്കരുത്. ഈ മൈനസ് നേരത്തെ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് വെച്ച് കളയരുത്. ഒരു സൈഡ് ഇങ്ങനെ ഉണ്ടല്ലോ മൈനസ്. അത് കൊടുത്തു 4 ഇൻറ്റു 1 4. ആ 4 ഇൻറ്റു 168 to 4. അപ്പോൾ 672. ഈ 4 ഏതാണ്? 2 ന്റെ സ്ക്വയർ അല്ലേ? 2 സ്ക്വയർ ആണ്. ഇവിടെ പിന്നെയാണ് മൈനസ്. ഈ മൈനസ് ഏതാണ്? ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന മൈനസ് ആദ്യമേ തെറ്റാതിരിക്കാൻ ഇവിടെ എഴുതി വെച്ചു. ഇനി ഇതിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് 4 രണ്ട് മൈനസ് വരുമ്പോൾ പ്ലസ് ആവുമെന്ന് ഓർത്തോളാം കേട്ടോ. -+, 672 + 4 = 672 + 4 = 168. 672 + 4 = 168. 672 + 4 = 168. 672 + 4 = 168. 672 + 4 = 168. 672 + 4 = 168. 672 + 4 = 168. 672 + 4 = 168. 672 + 4 = 168. 672 + 4 = 168. 672 + 4 = 168. 672 + 4 = 168. 672 + 4 = 168. 672 + 4 = 168. 672 + 4 = 168. 672 + 4 = 168. 672 + 4 = 168. 672 + 4 = 168. 672 + 4 = 168. 672 + 4 = 168. 672 + 4 = 168. 672 + 4 = 168. 672 + 4 = 168. 672 + 4 =
രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടും 676. കണ്ടല്ലോ എന്താ കിട്ടിയത്? 676. നിങ്ങൾ തോന്നും ഇതിനേക്കാളും മറ്റേ രീതിയിൽ എളുപ്പത്തിൽ ചെയ്തുകൂടെയെന്ന്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മളാണ് കണ്ടല്ലോ നിങ്ങൾ ചെയ്യുന്നത്. ബേസ് സ്ക്വയർ മൈനസ് 4ac നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, ഞാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. therefore x is equal to ഈ ഇക്വേഷൻ ഇതാണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2 is equal to മൈനസ്. കണ്ടോ ഈ സൈൻ മറക്കരുത്. സൈനുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം ആ സൈൻ കൊടുത്തു ബി ഇവിടെ നോക്കുക. ബി എത്ര 2 എഴുതി പ്ലസ് അല്ലേ, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ബി സ്ക്വയർ മൈനസ് 4ac നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 676. കണ്ടല്ലോ ഒരു നീളത്തിൽ ഒരു അല്ലേ ഇട്ട് കൊടുക്കുക. 2 into a ഇവിടെ എത്ര 1. കണ്ടല്ലോ 3 എഴുതിയ സേഫ് ആയി. is equal to ഇനി അടുത്ത വീണ്ടും -2 പ്ലസ് ഓർ മൈനസ് ഇതിന്റെ റൂട്ട് നിങ്ങൾ അറിയാം എന്താണ് 26 അല്ലേ. 676 റൂട്ട് എത്ര 26 ഡിവൈഡ് ബൈ 2 into 1 എന്താണ് 2. ഇനി അടുത്ത നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. ഇതിനെ വായിക്കുന്നത് -2 പ്ലസ് ഓർ മൈനസ് 26 ഡിവൈഡ് ബൈ എന്താണ് 2 -2 സെപ്പറേറ്റ് ചെയ്യും. നോക്കിക്കോളൂ -2 പ്ലസ് 26 അതിനെ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. or അല്ലെങ്കിൽ എന്താ -2 minus 26 divided by 2. കണ്ടല്ലോ ഇത് നമ്മൾ ചെയ്യേണ്ടത് ഡിഫറൻറ്റ് സൈൻസ് വന്നാൽ നമുക്ക് ഡിഫറൻസ് ആണ്. 26 is 2 minus 0 is 24 greater than plus 24 divided by 2 or ഒരേ സൈൻ വരുമ്പോൾ നമുക്ക് ആഡ് ചെയ്യും അല്ലേ. എന്നിട്ട് നമ്മൾ നോക്കുന്നു വലിയൊരു സൈൻ തന്നെ പറഞ്ഞാൽ മതി അല്ലേ. 26 രണ്ടും പ്ലസ് 22 28 അതിന് വലിയൊരു സൈൻ എന്തിനാ പഠിച്ചു വയ്ക്കുക -28 divided by 2. ഇനി എവരെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 കിട്ടും. ഓർ എവരെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്നിട്ട് -14 കിട്ടും. എപ്പോഴും നമുക്ക് എടുക്കാനുള്ള വാല്യൂ ഏത് വാല്യൂ എടുക്കേണ്ടത്? x ന് രണ്ട് വാല്യൂ കിട്ടി. ഒന്ന് എന്താണ് 12, മറ്റൊന്നെന്താണ് -14. എടുക്കേണ്ട വാല്യൂ ഏതാണ്? പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് എടുക്കേണ്ടത്. ഞാൻ നേരത്തെ ഒരു 12 ഉത്തരം കിട്ടിയത് ഓർമ്മയുണ്ടോ അല്ലേ? കണ്ടുപിടിച്ചു ഓർമ്മയുണ്ട? അതാണ് ആൻസർ. എന്താണ് 12. അപ്പോൾ നമുക്ക് x എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കിട്ടിയത്? എന്താണ് രണ്ട് ടേംസ് ഏതൊക്കെയായിരുന്നു? x ആൻഡ് എന്താണ് x + 2. അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ് x എത്ര കിട്ടി? 12. അടുത്ത സെക്കൻഡ് ടേം എന്താണ്? 12 + 2 അല്ലേ എത്ര? 14. 12 14 ആൻസർ. മനസ്സിലായോ? ഈ രണ്ടിന്റെയും പ്രോഡക്റ്റ് ആണ് 168. ശരിയാണോ നമുക്ക് നോക്കാം അല്ലേ. 14 × 12 കിട്ടി. നിങ്ങൾ ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കണം. ഈ കിട്ടിയ ആൻസർ ശരിയാണോ നിങ്ങൾ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ കണ്ടല്ലോ. അപ്പോൾ numbers are ഏതൊക്കെയാണ്? 12 and എത്ര 14 അല്ലേ. നമ്മൾ 14 കണ്ടുപിടിച്ചു. 12 പ്ലസ് എത്രയാണ്? 2. ഇത് ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്താലേ ആൻസർ കിട്ടൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യൻ പഴയ പോലെ തന്നെ ചെയ്താൽ മതി. പക്ഷേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അതിനകത്ത് ചിലപ്പോൾ വെള്ളം കുടിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ചെയ്യാം. Find two numbers with a sum 4 and a product 2. ശ്രദ്ധിക്കുക. സം എത്ര? 4. പിന്നെന്താ പറഞ്ഞിരിക്കുന്നു? പ്രോഡക്റ്റ് 2 ആണ്. രണ്ട് നമ്പേഴ്സ് ആണ്. നിങ്ങളുടെ 4 രൂപയുണ്ട്. അതാണ് സമം പറയുന്നത്. ഇപ്പോൾ രണ്ട് കയ്യിലും കൂടെ എത്ര രൂപയുണ്ട്? 4 രൂപയുണ്ട്. അപ്പോൾ ഈ കയ്യിലെത്ര നമുക്ക് അറിയില്ല. അപ്പോൾ ഈ കയ്യിലുള്ളതിനെ നമുക്ക് എന്ത് പേര് കൊടുക്കാം? എക്സ് എന്ന് പേര് കൊടുക്കാം അല്ലേ. ഈ കയ്യിലുള്ള എന്ത് കൊടുക്കാം? രണ്ട് കയ്യിലും കൂടെയാണ് എത്ര രൂപയുള്ളത്? 4 രൂപയുള്ളത്. അപ്പോൾ ഈ കയ്യിൽ 1 രൂപയാണെങ്കിൽ നിങ്ങൾ ഈ കയ്യിൽ എത്ര? 4 മൈനസ് 1 അപ്പോൾ അത്ര 3 രൂപ. 3 + 1 ആണ് 4 എന്ന് പറയും പോലെ ഈ കയ്യിൽ x rupees.
അപ്പോൾ ഈ കാര്യം എന്താണ് 4 മൈനസ് എക്സ് അല്ലെങ്കിൽ എക്സ് മൈനസ് 4 ആണോ അല്ല എന്താണ് 4 മൈനസ് എക്സ്. അപ്പോൾ ആ നമ്പേഴ്സ് ഏതൊക്കെ നമുക്ക് പറയാം. ലെറ്റ് ദ നമ്പേഴ്സ് ബി ലെറ്റ് ദ നമ്പേഴ്സ് ബി എന്താണ് എക്സ് ആൻഡ് ദ 4 മൈനസ് എക്സ്. തെറ്റിപ്പോയത് എക്സ് മൈനസ് 4 എന്ന് എഴുതരുത്. എന്താണ് 4 മൈനസ് എക്സ് എന്ന് എഴുതുക. ഇത് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടിൻ്റെയും കൂടെ പ്രൊഡക്റ്റ്, രണ്ടിൻ്റെയും കൂടെ എന്താണ് രണ്ടിനെയും കൂടെ ഗുണിക്കുമ്പോൾ ഈ ചെറിയ അല്ലേ ഈ രണ്ട് നമ്പേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് 2. അപ്പോൾ നോക്കാം എന്താണ് എക്സ് ഇൻറ്റു എന്താണ് 4 മൈനസ് എക്സ് ആണ് എത്ര 2. അപ്പോൾ ഏതൊക്കെ സംഖ്യ നമുക്ക് നോക്കാം. ഇത് നമ്മൾ ചെയ്യുന്നത് എക്സ് ടു 4 എന്താണ് 4x, എക്സ് ടു മൈനസ് എക്സ് എന്താണ് മൈനസ് എക്സ് സ്ക്വയർ. ഇവരിപ്പോൾ തോന്നില്ല മൈനസ് എത്ര 2 ഈസ് ഈക്വൽ ടു 0. ഞാൻ പറഞ്ഞു അല്ലേ ഇതൊരു എന്താണ് ഈ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഫസ്റ്റ് അപ്പോൾ എന്ത് വേണം അല്ലേ സെക്കൻഡ് ഡിഗ്രി വേണ്ട എക്സ് സ്ക്വയർ, അതിന്റെ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, പിന്നെ അടുത്ത് എക്സ് ഉള്ളത് പ്ലസ് 4x, പിന്നെ അടുത്ത് എന്താണ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. നമുക്ക് ഈ മൈനസിനെ ഒഴിവാക്കണം. ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിനെ ഒഴിവാക്കുമ്പോൾ മറ്റൊരെല്ലാത്തിനും മൾട്ടിപ്ലിക്കേഷൻ ആണ്. മനസ്സിലായോ? ഈ മൈനസ് കോമൺ ഫാക്ടർ മൈനസ് 1 എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ അത് നോക്കണ്ട. മൈനസിനെ നമ്മൾ ഒഴിവാക്കും എന്ന് പഠിച്ചിട്ടില്ല. അപ്പോൾ മൈനസിനെ ഒഴിവാക്കുമ്പോൾ ഇവരെയൊക്കെ നീ ഒഴിവാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അവരെല്ലാം സൈലന്റ് മാറും. ഈ മൈനസ് ഒഴിവാക്കുമ്പോൾ അവരെന്താവും പ്ലസ് ആവും അല്ലേ. അപ്പോൾ ഇവനും പരാതി പറയും എനിക്ക് മാറ്റം പറയും, അപ്പോൾ അവരും മാറ്റി കൊടുത്തു. അപ്പോൾ ഇതും പറയും പരാതി പറയും, അപ്പോൾ അവനും മാറ്റി കൊടുത്തു. അപ്പോൾ എന്താണ് അല്ലേ. അപ്പോൾ ഇത് എന്നിട്ട് മാറി എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 ആയി. ഇനി അടുത്ത വാല്യൂസ് എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ എന്താണ് -4, സിയുടെ വാല്യൂ എന്താണ് 2. മനസ്സിലായല്ലോ. ഇനിയാണ് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് കടക്കുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നോക്കുക. x is equal to -b plus or minus square root of b square minus 4ac divided by 2a. ആദ്യം മൈനസ് കൊടുത്തു. ഇനി ബി ഇവിടെ നമുക്ക് തപ്പാം. എന്തുകൊണ്ട് -4 ശ്രദ്ധിക്കുക. കണ്ടല്ലോ 2 മൈനസ് വരുന്നു. ഈ മൈനസ് ഏതാണ് ഇക്വേഷനുള്ള മൈനസ്. ബി അടുത്ത് ബി എത്രയായിരുന്നു -4. അപ്പോൾ 2 മൈനസ് വന്നു. നിങ്ങൾ ഒരു മൈനസ് ആണ് എടുത്തെങ്കിൽ നിങ്ങൾക്ക് മാർക്കെല്ലാം അടിച്ചു പോകും. യൂസ് സൂചി പറയാം. ഇതാണ് ബി സ്ക്വയർ മൈനസ് 4 കാണണ്ടേ, അത് ഞാൻ വിട്ടുപോയി. ബി സ്ക്വയർ മൈനസ് 4 നമുക്ക് ആദ്യം കാണണം. ബി സ്ക്വയർ മൈനസ് 4 സ്ക്വയർ അവിടെ മൈനസ് വന്നുകൊണ്ടാണ് ഞാൻ ഇത് ബ്രാക്കറ്റ് കൊടുത്തത്. -4 ഇൻറ്റു 4ac 4 ഇൻറ്റു a 1 ഇൻറ്റു c 2 is equal to -4 സ്ക്വയർ പ്ലസ് 16. എന്തുകൊണ്ടാണ് -4 ഇൻറ്റു -4 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് ആണ് പ്ലസ് 16 അതാണ് അവിടെ ഉള്ളത്. മൈനസ് 4 ഇൻറ്റു 1 4 4 ഇൻറ്റു 2 8 is equal to 8. കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ബി സ്ക്വയർ മൈനസ് 4c എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് 1 ന്റെ സ്ക്വയർ 1 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 2 ന്റെ സ്ക്വയർ 4 എന്താണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലേ. അതുപോലെ 3 ന്റെ സ്ക്വയർ എന്താണ് 9 എന്താണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതിന് റൂട്ട് കിട്ടും. 9 ന്റെ റൂട്ട് എത്ര 3. അതുപോലെ 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതിന്റെ റൂട്ട് എത്രയാണ് 4. അതുപോലെ 25 പെർഫെക്റ്റ് സ്ക്വയർ അതിന്റെ റൂട്ട് എത്ര 5. 36 റൂട്ട് 36 അല്ലേ. 36 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതിന്റെ റൂട്ട് എത്ര 6 അല്ലേ. 121 റൂട്ട് ഓഫ് 121 അതിന്റെ റൂട്ട് എത്ര 11. അപ്പോൾ റൂട്ട് 122 ആണെങ്കിലും അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇവിടെ 2 ഇൻറ്റു a ഇവിടെ എത്ര പറഞ്ഞിരിക്കുന്നു 1 is equal to മൈനസ് പ്ലസ് ആയി കേട്ടോ. 4 പ്ലസ് ഓർ മൈനസ് ഇതെന്ത് ചെയ്യും. റൂട്ട് 9 ആയിരുന്നുവെങ്കിൽ എന്ന് പറയാമായിരുന്നു 3 എന്ന് പറയാമായിരുന്നു. പക്ഷേ നമുക്ക് 8 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അവിടെയാണ് നമുക്ക് പ്രയാസം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കുക. നിങ്ങൾ 36നെ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിൻ്റെ റൂട്ട് സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് പണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നു 5th സ്റ്റാൻഡേർഡൊക്കെ ആയിരിക്കാം. അപ്പോൾ 3 2 അത്ര 1 9 160 8 2 കൊണ്ട് 9
3 കൊണ്ട് 3. അപ്പോൾ റൂട്ട് 36 എന്ന് പറയുമ്പോഴേ നീ 2 2 വന്നാൽ ഒരു 2 എടുക്കും, 2 3 വന്നാൽ ഒരു 3 എടുക്കും അല്ലേ? അതാണ് കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ 144 അല്ലേ? എങ്ങനെയാ 72 36 18 9 3 3 2 2 ൽ നിന്നും ഒരു 2, 2 2 ൽ നിന്നും ഒരു 2, 2 3 ൽ നിന്നും ഒരു 3. അപ്പോൾ റൂട്ട് 144ന്റെ സ്ക്വയർ റൂട്ട് ഓഫ് 144 എത്ര ആൻസർ? 2 × 2 × 3 2 × 2 × 3 എത്ര? 2 × 2 4 4 3 12 അല്ലേ? 12 സ്ക്വയർ ആണ് ഏത്? 144. കണ്ടുപിടിച്ച മനസ്സിലായല്ലോ? അതുപോലെ നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാം. ഇതൊന്നും വേണ്ട, നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. ഓക്കെ, അതിന്റെ റൂട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യാം? 2 2 ശ്രദ്ധിക്കാം 2. പക്ഷെ ഇവരെന്ത് നമ്മൾ എന്ത് ചെയ്തു? റൂട്ട് ഇട്ടൊന്ന് ഒതുക്കി അല്ലേ? 2 √ 2 √ 2 ഡിവൈഡ് ബൈ 2 × 1 എന്നാണ് 2. അപ്പൊ ഇനി ഇതെന്ത് ചെയ്യും എന്നാണ് വലിയൊരു ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ നേരത്തെ ഇതിന്റെ റൂട്ട് 4+ എഴുതാൻ സ്പ്ലിറ്റ് ചെയ്യാം. 4 + 2 √ 2 ഡിവൈഡ് ബൈ 2 ഓർ 4 - 2 √ 2 ഡിവൈഡ് ബൈ 2 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇനി ചെയ്യാനുള്ളത് ഇതിനകത്ത് 2 ടേംസ് ആണ്. ഈ 2 ടേംസിനെ 2 കൊണ്ട് കിട്ടാൻ നമുക്ക്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ എടുക്കുന്നത്? 4+ അല്ലേ 4/2 + 2 √ 2/2 എന്നാണ്. ഇതും വെട്ടി 2 ടൈംസ്, ഇതും വെട്ടി 1 അല്ലേ? അപ്പോൾ എന്താ പറയുക? ആൻസർ 2 + √2. അപ്പോൾ അതുപോലെ അത് മനസ്സിൽ വെട്ടിയാൽ മതി. 4 2 കൂടെ എന്ത് ചെയ്തു? വെട്ടി. അപ്പോൾ 32 പ്ലസ് 2 2 വെട്ടിപ്പോയി, ഇതാണ് √2. ഓർ 4 2 കൂടെ വെട്ടി 2 മൈനസ് 2 2 വെട്ടിപ്പോയി 1 ഉണ്ടല്ലോ. കൊടുക്കരുത്. അപ്പോൾ ഇത് രണ്ടിലും എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ടിലും ഏതോടെ ആൻസർ നമുക്ക് 2 രീതിയിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്? 2+ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. 2+ √2ന്റെ വാല്യൂ 1.414 ആണെന്ന് തോന്നുന്നു. 2 √2ന്റെ വാല്യൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ 2 + 1.4. അപ്പോൾ നമ്മൾ 3.4 മടങ്ങ് വരും. അതുപോലെ 2 ന്ന് ആ നമ്പർ മൈനസ് ചെയ്യാം. അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ 2 നമ്പേഴ്സ് നമുക്ക് ഇവിടെ കിട്ടും. ഇപ്പൊ അതിനേക്കാളും നിങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ എഴുതി അവരെ പഠിക്കാം. ഓക്കെ, മാർക്ക് ഫുൾ മാർക്ക് തരും. ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. വീട്ടിൽ പോയി വീട്ടിൽ ഇരുന്നിട്ട് പണ്ട് ക്ലാസ്സിൽ എടുക്കുമ്പോഴത്തേക്ക് പറയും വീട്ടിൽ പോയിട്ട് നന്നായി പഠിക്കുക. അതുപോലെ പറഞ്ഞു പോയതാണ്. നിങ്ങൾ വീട്ടിലേക്ക് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. How many terms of the arithmetic sequence 99, 97, 95 must be added to get 900? Arithmetic sequence 99, 97, 95 ഈ പോകുന്നു. അങ്ങനെ എത്ര വരെ? എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? സം എത്ര കിട്ടണം? 900. അപ്പൊ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറയുന്നത് എസ് അല്ലേ? arithmetic sequence n അല്ലേ? എസ് അല്ലേ? കണ്ടുപിടിക്കാനുള്ള ഫോർമുല s n/2 2a + n - 1 × d. ഇതൊക്കെ പഠിച്ചിരിക്കുക കേട്ടോ. ഇനി അടുത്ത ഫോർമുല അതിനകത്ത് തിരിച്ചു n/2 × 2a + n - 1 × d = സമത 900. ശരിയാണല്ലോ? ഓക്കെ, ഇനി ചെയ്യേണ്ടത് n/2 ആ എന്താണ് നമുക്ക് പ്രശ്നക്കാരൻ അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. 2 × a എത്ര? 99 പ്ലസ് n - 1 അറിഞ്ഞൂടാ, എന്നറിഞ്ഞൂടാ. d 9 അല്ലേ? ചുമ്മാ ഇവിടെ നോക്ക്. നമുക്കിവിടെ ആദ്യം എഴുതണമായിരുന്നു കേട്ടോ. അല്ലേ a = 99 എഴുതിക്കണമായിരുന്നു. അടുത്ത d അല്ലേ? n അറിഞ്ഞുകൂടാ. d 97 സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ്. 97 മൈനസ് 99 അല്ലേ? അപ്പൊ എന്താ ചെയ്യാ? ഡിഫറൻസ് കാണുക 2 കിട്ടും. അതിന്റെ സൈഡ് മൈനസ് -2 ആണ്. d -2 = 900. ഇനി അടുത്ത സ്റ്റെപ്പ് n/2 ×
98 പ്ലസ് -2 ഇൻറ്റു n -2 ഇൻറ്റു n എന്നാണ്. അപ്പോൾ ഞാൻ ഒരു അവസ്ഥ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ആ ഒരു പ്ലസ് ഇട്ട് വെച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, -2 ഇൻറ്റു n ഇത് രണ്ടിന്റെ റിസൾട്ട് കൊടുക്കാം. -2 n എന്നാണ്, -2n കണ്ടോ, അശ്രദ്ധ, ശ്രദ്ധിക്കുക. -2n -2 ഇൻറ്റു -1 പ്ലസ് 2 കണ്ടോ, -2 1 -2 -1 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 900. നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ എന്താണ്, n/2 ഇൻറ്റു ആദ്യം കണ്ടോ എവിടെ കൊടുക്കണം -2n, അടുത്ത 198 പ്ലസ് 2 അപ്പോൾ അത്ര 200 സൈൻ എന്താണ് പ്ലസ് 200 ഈസ് ഈക്വൽ ടു 900. ഇനി അടുത്ത് ഇവരെ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. n/2 ഇൻറ്റു -2n പ്ലസ് n/2 ഇൻറ്റു 200 ഈസ് ഈക്വൽ ടു 900. 2 വെട്ടിപ്പോയി, ഈ 200 വെട്ടി എത്ര 100. അപ്പോൾ ഇനിവിടെ മൈനസ് കേട്ടോ, സൈഡ് ഒളിച്ചെടുക്കുന്നത് കേട്ടോ, സൈഡ് പോയാൽ പോയി. -n ഇൻറ്റു n എന്താണ് -n² പ്ലസ് n ഇൻറ്റു 100 എന്താണ് 100n ഈസ് ഈക്വൽ ടു 900. ഇനി അടുത്ത ശ്രദ്ധിക്കുക, -n² പ്ലസ് 100n അപ്പുറത്ത് കിടക്കുന്ന 900 ഇപ്പുറത്ത് കൊടുത്താവും -900 ഈസ് ഈക്വൽ ടു 0. കണ്ടോ, 3 ടേംസ് ആക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, എ ബി സിക്ക് വേണ്ടി കണ്ടോ. അതിനെ സമയത്തിന് അപ്പുറത്ത് കിടന്ന് ഇപ്പുറത്ത് മാറ്റിയിട്ട് അവിടുത്തെ സമച്ചിപ്പുറത്ത് 0. ഇനി കണ്ടോ മൈനസിലാണ് തുടങ്ങുന്നത്, അത് പ്രശ്നമാണ്. അപ്പം എന്ത് ചെയ്യാം, പ്ലസ് n² സൈൻ എല്ലാം മാറും, -100n സൈൻ മാറി പ്ലസ് 900 ഈസ് ഈക്വൽ ടു 0. എയുടെ വാല്യൂ എന്താ 1n² 1 അല്ലേ, ബിയുടെ വാല്യൂ എന്താ -100, സിയുടെ വാല്യൂ എന്താ പ്ലസ് 900. ഇനി അടുത്ത ഡിസ്ക്രിമിനന്റ് കാണുക, b² -4ac ഈസ് ഈക്വൽ ടു b² b എന്താ -100². കണ്ടല്ലോ മൈനസ്. അടുത്ത് ഞാൻ പറഞ്ഞു 4ac ബ്രാക്കറ്റ് എടുക്കണമെന്ന്, ഇവിടെ എന്താ ബ്രാക്കറ്റ് ഇട്ടത് -1 ഉണ്ട്. 4 ഇൻറ്റു a എത്ര 1 ഇൻറ്റു b 4 അല്ലേ 4ac എന്നാണ്, 4 ഇൻറ്റു a ഇൻറ്റു c എത്ര 1 ഇൻറ്റു c എത്ര 900 ബ്രാക്കറ്റ് ക്ലോസ്. -100² മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 100നെ 100 വേണ്ടി മാത്രം 4 0 ചേർത്താൽ പോയി എളുപ്പവഴി മൈനസ്. ഇനി അടുത്ത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 1 4 4 × 9 36 2 0. അപ്പോൾ 10,000 ചെയ്യുന്നത് 10,000 മൈനസ് എത്ര 3,600 0 0. ഇനി എന്താ ചെയ്യുക, എങ്ങനെ 6 നമ്മൾ മൈനസ് ചെയ്യും കണ്ടോ, 0 6 മൈനസ് ചെയ്യും ഇല്ല. അപ്പോൾ ഈ 0 എന്തായിട്ട് മാറും 10 ആയിട്ട് മാറും. ഇവിടെ നാം ഒന്ന് ബോറോ ചെയ്ത് 10 അല്ലേ, അപ്പോൾ ഇവിടെ 10 10 6 മൈനസ് 4. ഇനി ഇവിടെ 9 ഇടൂ, 9 3 മൈനസ് 6 6,400. ഇനി അടുത്തോട്ട് ചെയ്തത് ഓട്ടോമാറ്റിക്കേഷൻ പോണ് x is equal to -b plus or minus square of b² minus 4ac divided by 2a is equal to -b. b ആരാണ് -100. കണ്ടോ രണ്ട് സൈൻ ആയി കണ്ടല്ലോ, ഈ മൈനസ് കൊടുത്തു, b യെ നമ്മൾ തപ്പി പോയപ്പോൾ കിട്ടി, അവൻ നെഗറ്റീവ് നമ്പർ ആണ് -100 അത് കൊടുത്തു. പ്ലസ് ഓർ മൈനസ് b² -4ac നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ് 6 4 അല്ലേ 0 0 ഡിവൈഡ് ബൈ 2 into a എത്ര 1. ഇനി അടുത്ത സ്റ്റെപ്പ് മൈനസും മൈനസും പ്ലസ് 100 പ്ലസ് ഓർ മൈനസ് √64 എളുപ്പമാണ് കണ്ടുപിടിക്കാൻ 8 അല്ലേ 8 64 അപ്പോൾ 8 അല്ലേ 64 √ 8 2 0 വന്നാൽ എത്ര 0 ഒരു 0 എപ്പോഴും ശ്രദ്ധിക്കും റൂട്ട് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് 10 0 വരെ നമ്മൾ കൊടുക്കും 5 0 ഉണ്ടല്ലോ. അപ്പോൾ 2 0 ഉണ്ടെങ്കിൽ 1 0 2 into 1 എന്താണ് 2
ഇനി അടുത്ത 100 പ്ലസ് 80 divided by 2 or 100 minus 80 divided by 2. 100 plus 80 എന്താണ് 180 divided by 2 or 100 minus 80 എന്താണ് 20 divided by 180 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും 90 or 22 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും 10. കണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ എക്സിന്റെ വാല്യൂ ഏതൊക്കെയാണ് എത്ര എണ്ണം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ് എന്നല്ല നോക്കേണ്ടത് നമ്മൾ ആ ഇക്വേഷൻ തയ്യാറാക്കിയത് എന്താണ് n സ്ക്വയർ എന്നൊക്കെ വന്നത്. അപ്പോൾ ഇവിടെ എക്സിന് പകരം എന്താ നോക്കേണ്ടത് n. അപ്പോൾ എത്രയാണ് ആൻസർ നമുക്ക് കിട്ടിയത് 90. എത്ര ആൻസർ 90 ഓർ 10 അല്ലേ. രണ്ടും ഒന്നാണ് കിട്ടിയത് പോസിറ്റീവ് നമ്പറാണ് നമുക്ക് 90 or